ദൈവനാമത്തിന് മഹത്വം. ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും എൻ്റെ സ്നേഹവന്ദനം. കഴിഞ്ഞ ക്ലാസ്സിൽ വെളിപ്പാട് പുസ്തകത്തിൻ്റെ 10-ാം അധ്യായം പഠിക്കുവാൻ ദൈവം നമ്മെ സഹായിച്ചു. ഇന്ന് നമുക്ക് 11-ാം അധ്യായത്തിലേക്ക് കടക്കാം. പ്രാർത്ഥനയോടെ ആയിരിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. 1ഉം 2ഉം വാക്യങ്ങൾ. പിന്നെ ദണ്ടുപോലുള്ള ഒരു കോൽ എൻ്റെ കൈകൾ കെട്ടി കൽപ്പന ലഭിച്ചത്, നീ എഴുന്നേറ്റ് ദൈവത്തിൻ്റെ ആലയത്തെയും യാഗപീഠത്തെയും അതിൽ നമസ്കരിക്കുന്നവരെയും അളക്കുക. ആലയത്തിന് പുറത്തുള്ള പ്രാകാരം അളക്കാതെ വിട്ടേക്കാം, അത് ജാതികൾക്ക് കൊടുത്തിരിക്കുന്നു. അവർ വിശുദ്ധ നഗരത്തെ 42 മാസം ചവിട്ടും. ഇവിടെ ദർശനത്തിൽ അപ്പസ്തോലന് ഒരു അളവുകോൽ ലഭിക്കുന്നു. ഒരു കൽപ്പന ഇതായിരുന്നു, നീ എഴുന്നേറ്റ് ദൈവത്തിൻ്റെ ആലയത്തെയും യാഗപീഠത്തെയും അതിൽ നമസ്കരിക്കുന്നവരെയും അളക്കുക. ആലയത്തിന് പുറത്തുള്ള പ്രാകാരം അളക്കാതെ വിട്ടേക്കാം, അത് ജാതികൾക്ക് കൊടുത്തിരിക്കുന്നു. ആരാണ് അപ്പസ്തോലന് ഈ ദണ്ട് കൊടുത്തതെന്നോ സംസാരിക്കുന്നതെന്നോ ഒന്നും പറയുന്നില്ല. അതുപോലെ തന്നെ അപ്പസ്തോലനോട് അളക്കാൻ പറയുന്ന ഈ ദേവാലയം ഏതാണെന്നോ എവിടെയാണെന്നോ പറയുകയോ ദർശനം കൊടുക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. യോഹന്നാന് അറിയാവുന്നതുകൊണ്ടാവും പ്രത്യേകം പറയാത്തതെന്ന് നമുക്ക് അനുമാനിക്കാം. ഇത് ജെറുസലേം ദേവാലയമല്ലെന്ന് ഉറപ്പായിട്ടും നമുക്ക് പറയാം. കാരണം അത് AD 70 തകർക്കപ്പെട്ടു. അപ്പസ്തോലൻ ഈ ദർശനം കാണുന്നത് AD 96 97 ആണല്ലോ. ചിലർ പറയുന്നത് സഭ എടുക്കപ്പെട്ടതിന് ശേഷം മഹോപദ്രവ കാലത്ത് യഹൂദൻ ജെറുസലേമിൽ പണി കഴിപ്പിക്കുന്ന അവരുടെ ദേവാലയമായിരിക്കും ഇതെന്നാണ്. ഇതിന് ദൈവജ്ഞത്തിൽ തെളിവുകളൊന്നുമില്ല. മാത്രമല്ല, ഇനി ഒരാലയം പണിത് ന്യായപ്രമാണപ്രകാരമുള്ള യാഗങ്ങളും മറ്റാചാരങ്ങളും പുനഃസ്ഥാപിക്കുമെന്ന് പറയുന്നത് വചനവിരുദ്ധമായ ഉപദേശമാണ്. ചില വചനങ്ങൾ നമുക്ക് നോക്കാം. എബ്രായർ 8:13. പുതിയത് എന്ന് പറയുന്നതിനാൽ ആദ്യത്തേതിനെ പഴയതാക്കിയിരിക്കുന്നു. എന്നാൽ പഴയതാകുന്നതും ജീർണിക്കുന്നതുമെല്ലാം നീങ്ങിപ്പോകുവാൻ അടുത്തിരിക്കുന്നു. AD 68 എഴുതി എന്ന് കരുതപ്പെടുന്ന എബ്രായ ലേഖനത്തിലെ ഈ വാക്യം പഴയ നിയമ യാഗങ്ങളെ മാത്രമല്ല, അതിൻ്റെ കർമാചരണ സ്ഥാനമായ ആലയം കൂടെ മാറിപ്പോകുമെന്ന പ്രവചനമായിരുന്നു. AD 70 ജെറുസലേം നാശത്തോടെ യാഗങ്ങളും ആലയവും എന്നേക്കുമായി നീങ്ങിപ്പോയി. എബ്രായർ 10:8-9 വാക്യങ്ങൾ കൂടെ ഞാൻ വായിക്കുന്നു. ന്യായപ്രമാണപ്രകാരം കഴിച്ചു വരുന്ന യാഗങ്ങളും വഴിപാടും സർവാംഗ ഹോമങ്ങളും പാപയാഗങ്ങളും നീ ഇച്ഛിച്ചില്ല, അവയിൽ പ്രസാദിച്ചതുമില്ല എന്നിങ്ങനെ പറഞ്ഞ ശേഷം, ഇതാ ഞാൻ നിന്റെ ഇഷ്ടം ചെയ്യാൻ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ രണ്ടാമത്തേതിനെ സ്ഥാപിപ്പാൻ ഒന്നാമത്തേതിനെ നീക്കിക്കളയുന്നു. എബ്രായർ 10:17-18 വാക്യങ്ങൾ കൂടി ഞാൻ വായിക്കുന്നു. അവരുടെ പാപങ്ങളെയും അകൃത്യങ്ങളെയും ഞാൻ ഇനി ഓർക്കുകയുമില്ല എന്ന് അരുളി ചെയ്യുന്നു. എന്നാൽ ഇവയുടെ മോചനമുള്ളിടത്ത് ഇനിമേൽ പാപങ്ങൾക്ക് വേണ്ടി ഒരു യാഗവും ആവശ്യമില്ല. ഇങ്ങനെ വളരെ വ്യക്തമായി വചനം പറഞ്ഞിരിക്കെ ഇനിയും ദേവാലയം പണിത് ന്യായപ്രമാണം പുനഃസ്ഥാപിക്കുമെന്ന് പറയുന്ന ഉപദേശം സാത്താന്യ ഉപദേശമെന്നല്ലാതെ എന്തു പറയാൻ? എന്നാൽ യഹൂദൻ അവരുടെ ചിരകാല സ്വപ്നമായ ദേവാലയം പുനർനിർമ്മിക്കുകയും യാഗങ്ങളും വഴിപാടും അവിടെ അർപ്പിക്കുകയും ചെയ്യുമായിരിക്കും. എന്നാൽ ഇതൊന്നും യേശുക്രിസ്തു ഒരിക്കലായി കഴിച്ച തൻ്റെ ശരീരയാഗത്താൽ എന്നേക്കുമായി നീക്കിക്കളഞ്ഞ ന്യായപ്രമാണത്തിൻ്റെ പുനഃസ്ഥാപനമാകില്ല. അത് പുനഃസ്ഥാപിക്കുവാൻ മനുഷ്യന് ഒരിക്കലും കഴിയുകയുമില്ല. എന്നാൽ അപ്പസ്തോലനോട് അളക്കാൻ പറയുന്ന ഈ ദേവാലയവും യാഗവീടും ഏതാണ്? അവിടെ നമസ്കരിക്കുന്നവർ ആരാണ്? ആലയത്തിന് പുറത്തുള്ള പ്രാകാരത്തിലുള്ളവർ ആരാണ്? ദൈവവചനത്തിൽ നിന്ന് തന്നെ ഇതിനുള്ള ഉത്തരം കണ്ടെത്താൻ നമുക്ക് ശ്രമിക്കാം. അളക്കുക, എണ്ണുക എന്നൊക്കെ പറഞ്ഞാൽ തിട്ടപ്പെടുത്തുക, വേർതിരിക്കുക എന്നൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അളന്നു വേർതിരിക്കുന്ന ഒരു ദർശനം യെഹെസ്കേൽ പ്രവാചകന് ദൈവം കൊടുത്തത് ഞാൻ വായിക്കാം. യെഹെസ്കേൽ 42:15 മുതൽ 20 വരെ വാക്യങ്ങൾ. അവൻ അകത്തെ ആലയം അളന്നു തീർന്ന ശേഷം കിഴക്കോട്ട് ദർശനമുള്ള വാതിക്കൽ കൂടി എന്നെ കൊണ്ടുവന്ന് അവിടെ ചുറ്റും അളന്നു. അവൻ കിഴക്ക് ഭാഗം ദണ്ടുകൊണ്ട് അളന്നു, ആകെ 500 മുഴം. അവൻ വടക്ക് ഭാഗം ദണ്ടുകൊണ്ട് അളന്നു, ആകെ 500 മുഴം. അവൻ
അവൻ തെക്കുഭാഗം ദണ്ടുകൊണ്ട് അളന്നു, ആകെ 500 മുഴം. അവൻ പടിഞ്ഞാറോട്ട് തിരിഞ്ഞ് ദണ്ടുകൊണ്ട് അളന്നു, 500 മുഴം. ഇങ്ങനെ അവൻ 4 പുറവും അളന്നു. വിശുദ്ധമായതും സാമാന്യമായതും തമ്മിൽ വേർതിരിപ്പാൻ തക്കവണ്ണം 500 മുഴം നീളത്തിലും 500 മുഴം വീതിയിലും ഒരു മതിൽ അതിനു ചുറ്റുമുണ്ടായിരുന്നു. സാമാന്യമായതിൽ നിന്നും അളന്ന് വേർതിരിച്ചിരിക്കുന്ന ഒരു ദേവാലയത്തിൻ്റെ ചിത്രമാണ് നാം ഇവിടെ കാണുന്നത്. 500 മുഴം നീളവും 500 മുഴം വീതിയുമുള്ള ഒരു മതിൽ വിശുദ്ധമായ ഈ ആലയത്തെ സാമാന്യമായതിൽ നിന്നും അല്ലെങ്കിൽ പുറം ലോകത്തിൽ നിന്നും വേർതിരിച്ചിരിക്കുന്നു. ഈ ദേവാലയം ഏതാണെന്ന് ദൈവം തന്നെ പ്രവാചകന് വെളിപ്പെടുത്തി കൊടുത്തിരിക്കുന്നത് 43-ാം അധ്യായം 6-7 വാക്യങ്ങളിൽ കാണാം. എസ്കൽ 43-ന്റെ 6ഉം 7ഉം വാക്യങ്ങൾ. ആ പുരുഷൻ എൻ്റെ അടുക്കൽ നിൽക്കുമ്പോൾ തന്നെ ആലയത്തിൽ നിന്ന് ഒരുത്തൻ എന്നോട് സംസാരിക്കുന്നത് ഞാൻ കേട്ടു. അവൻ എന്നോട് അരുളി ചെയ്തത്, മനുഷ്യപുത്ര, ഇത് ഞാൻ എന്നേക്കും ഇസ്രായേൽ മക്കളുടെ മധ്യേ വസിക്കുന്ന എൻ്റെ സിംഹാസനത്തിൻ്റെ സ്ഥലവും എൻ്റെ കാലടികളുടെ സ്ഥലവുമാകുന്നു. ദൈവം നിത്യം വസിക്കുന്ന തൻ്റെ സിംഹാസന സ്ഥലവും തൻ്റെ കാലടിയുടെ സ്ഥലവുമായ ഈ ആലയം ഏതാണ്? യെശയ്യാ പ്രവാചകനിലൂടെ ദൈവം ഇതിനുള്ള മറുപടി നൽകിയിരിക്കുന്നു. യെശയ്യാ 66-1. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, സ്വർഗം എൻ്റെ സിംഹാസനവും ഭൂമി എൻ്റെ പാദപീഠവുമാകുന്നു. നിങ്ങൾ എനിക്ക് പണിയുന്ന ആലയം ഏതുവിധം? എൻ്റെ വിശ്രാമ സ്ഥലവും ഏത്? ദൈവത്തിൻ്റെ സിംഹാസന സ്ഥലമായ സ്വർഗവും അവൻ്റെ കാലടി സ്ഥലമായ ഭൂമിയും നിറഞ്ഞു നിൽക്കുന്ന ആലയം, മനുഷ്യൻ്റെ കൈപ്പണിയല്ലാത്ത ആലയം, ജീവനുള്ള ദൈവത്തിൻ്റെ ആലയമാകുന്ന വിശുദ്ധ സഭ. ഇപ്പോൾ അപ്പസ്തോലനോട് അളക്കാൻ പറയുന്ന ആലയം ഏതാണെന്ന് നമുക്ക് മനസ്സിലായി. യേശുക്രിസ്തുവിൻ്റെ യാഗമരണത്താൽ വിശ്വസിച്ച് പാപമോചനം പ്രാപിച്ച് ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന വിശുദ്ധന്മാരുടെ കൂട്ടം, യേശുക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭ. ഇതിന് സമാന്തരമായ ഒരു ദർശനം വെളിപ്പാട് 7-ാം അധ്യായത്തിൽ നാം കണ്ടു. വെളിപ്പാട് 7-ന്റെ 2 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. മറ്റൊരു ദൂതൻ ജീവനുള്ള ദൈവത്തിൻ്റെ മുദ്രയുമായി കിഴക്കുനിന്ന് കയറുന്നതും കണ്ടു. അവൻ ഭൂമിക്കും സമുദ്രത്തിനും കേടുവരുത്തുവാൻ അധികാരം ലഭിച്ച 4 ദൂതന്മാരോട്, നമ്മുടെ ദൈവത്തിൻ്റെ ദാസന്മാരുടെ നെറ്റിയിൽ ഞങ്ങൾ മുദ്രയിട്ട് കഴിയുമ്പോഴും ഭൂമിക്കും സമുദ്രത്തിനും വൃക്ഷങ്ങൾക്കും കേടുവരുത്തരുത് എന്നുറക്കെ വിളിച്ചു പറഞ്ഞു. മുദ്രയേറ്റവരുടെ എണ്ണവും ഞാൻ കേട്ടു. ഇസ്രായേൽ മക്കളുടെ സകല ഗോത്രത്തിൽ നിന്ന് മുദ്രയേറ്റവർ 144,000 പേർ. 6ഉം 7ഉം മുദ്രകൾക്കിടയ്ക്ക് ലോകാരംഭം മുതൽ ദൈവം തനിക്കായി വിളിച്ച തൻ്റെ ദാസന്മാരെ മുദ്രയിട്ട് വേർതിരിക്കുന്ന ചിത്രമാണിതെന്ന് നാം കണ്ടു. അതുപോലെ ഇവിടെ 6ഉം 7ഉം കാഹളങ്ങൾക്കിടയ്ക്ക് അതേ കാര്യം മറ്റൊരു വിധത്തിൽ പ്രദർശിപ്പിച്ചിരിക്കുകയാണ്. അവിടെ ദൈവത്തിൻ്റെ ദാസന്മാർ എന്ന് പറഞ്ഞെങ്കിൽ ഇവിടെ അവരെ ഒന്നിച്ച് ദൈവത്തിൻ്റെ ആലയമെന്ന് പറഞ്ഞു എന്ന് മാത്രം. ആലയവും അതിൽ നമസ്കരിക്കുന്നവരും ദൈവസഭ ഒന്നിച്ചും അതിൽ ഉൾപ്പെടുന്ന വിശുദ്ധന്മാരെ വ്യക്തിപരമായും പറഞ്ഞിരിക്കുന്നു. പുറത്തുള്ള പ്രാകാരം അളക്കാതെ വിട്ടേക്കുക. യെരുശലേം ദേവാലയത്തിൽ പല പ്രാകാരങ്ങളുണ്ടായിരുന്നു. പുരോഹിതന്മാരുടെ പ്രാകാരം, സ്ത്രീകളുടെ പ്രാകാരം, ജാതികളുടെ പ്രാകാരം, ഇങ്ങനെ പല പ്രാകാരങ്ങൾ. എന്നാൽ ഇവിടെ ഒരു പ്രാകാരത്തെ മാത്രമേ പരാമർശിക്കുന്നുള്ളൂ, പുറത്തുള്ള പ്രാകാരം. ഈ പ്രാകാരം ഏതാണ്? ദൈവസഭയ്ക്ക് പുറത്തുള്ള പ്രാകാരം, ജാതികൾക്ക് കൊടുത്തിരിക്കുന്ന പ്രാകാരം. ജാതികൾ എന്ന് പറഞ്ഞിരിക്കുന്നത് നാഷൻസ് എന്ന അർത്ഥത്തിലാണ്. സഭയ്ക്ക് പുറത്തുള്ള മുഴുവൻ ലോകവും അല്ലെങ്കിൽ ക്രിസ്തുവിനെ സ്വീകരിക്കാത്ത യഹൂദനുൾപ്പെടെ മറ്റെല്ലാ ജനതകളും ഇതിൽപ്പെടും. അവർ വിശുദ്ധ നഗരത്തെ 42 മാസം ചവിട്ടും. ഇതിന് സമാന്തരമെന്ന് തോന്നുന്ന മറ്റൊരു വേദഭാഗം നമുക്ക് വായിക്കാം. ലൂക്കോസ് 21-ന്റെ 23-ഉം 24-ഉം വാക്യങ്ങൾ. ആ കാലത്ത് ഗർഭിണികൾക്കും മുല കുടിപ്പിക്കുന്നവർക്കും അയ്യോ കഷ്ടം. ദേശത്ത് വലിയ ഞെരുക്കവും ഈ ജനത്തിന്മേൽ ക്രോധവും ഉണ്ടാകും. അവർ വാളിൻ്റെ വായ്ത്തലയാൽ വീഴുകയും അവരെ സകല ജാതികളിലേക്കും ബദ്ധരായി കൊണ്ടുപോവുകയും ജാതികളുടെ കാലം തികയോടും ജാതികൾ ജെറുസലേം ചവിട്ടിക്കളയുകയും ചെയ്യും. കർത്താവ് ജെറുസലേം നാശത്തെക്കുറിച്ച് പ്രവചിച്ചപ്പോൾ പറഞ്ഞതാണ് ഈ വാക്കുകൾ. ഈ പ്രവചനപ്രകാരം AD 70
റോമൻ സൈന്യത്താൽ ജെറുസലേം നഗരവും വിശുദ്ധ മന്ദിരവും നശിപ്പിക്കപ്പെടുകയും അന്നു മുതൽ ജാതികൾ ജെറുസലേം ചവിട്ടുകയും ചെയ്യുന്നു. 1918 യഹൂദൻ ഇസ്രായേൽ പ്രവേശിക്കാൻ ആരംഭിച്ചു. അവർ അവിടെ ഭൂമി വിലയ്ക്ക് വാങ്ങി താമസം ആരംഭിച്ചു. 1948 രാജ്യം അവർക്ക് തിരിച്ചു കിട്ടി. 1967 ജെറുസലേം പിടിച്ചു. എന്നാൽ അവരുടെ ദേവാലയം നിന്നിരുന്ന സ്ഥലം ഇന്നും അവരുടെ കയ്യിലല്ല. മുസ്ലിങ്ങളുടെ അൽ-അക്സ മോസ്ക് അവിടെ നിൽക്കുന്നു. അവരുടെ തന്നെ മറ്റൊരു ആലയമായ ഡോം ഓഫ് ദ റോക്ക് അവിടെ തന്നെ ഉണ്ട്. മടങ്ങി വരാം. കർത്താവ് പറഞ്ഞത് ആശ്ചര്യമായ അല്ലെങ്കിൽ ഭൗമികമായ ദേവാലയത്തെക്കുറിച്ചും ജെറുസലേം നഗരത്തെക്കുറിച്ചുമാണ്. എന്നാൽ ഇവിടെ ജാതികൾ ചവിട്ടുമെന്ന് പറഞ്ഞ വിശുദ്ധ നഗരം ഏതാണ്? 86 സങ്കീർത്തനം 3 മുതൽ 5 വരെ വാക്യങ്ങൾ ഞാൻ വായിക്കാം. ദൈവത്തിൻ്റെ നഗരമേ, നിന്നെക്കുറിച്ച് മഹത്വമുള്ള കാര്യങ്ങൾ അരുളി ചെയ്തിരിക്കുന്നു. ഞാൻ എൻ്റെ പരിചയക്കാരുടെ കൂട്ടത്തിൽ രഹബിനെയും ബാബേലിനെയും ഫെലിസ്ത്യർ, സോർ, പൂശ് എന്നിവരെയും പ്രസ്താവിക്കും. ഇവൻ അവിടെ ജനിച്ചു, ഇവനും അവനും അവിടെ ജനിച്ചു എന്നും സിയോനെക്കുറിച്ച് പറയും. അത്യുന്നതൻ തന്നെ അതിനെ സ്ഥാപിച്ചിരിക്കുന്നു. സകല ജാതികളിൽ നിന്നും അത്യുന്നതനായ ദൈവം തനിക്കായി വിളിച്ച് വേർതിരിച്ച് ഒന്നിച്ചു പണി കഴിപ്പിച്ചിരിക്കുന്ന സിയോൻ നഗരമാണിത്. ദൈവത്തിൻ്റെ സഭ. വെളിപ്പാട് 21:2 വാക്യം കൂടെ ഞാൻ വായിക്കാം. പുതിയ യെരുശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെപ്പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ഇറങ്ങുന്നതും ഞാൻ കണ്ടു. പുതിയ യെരുശലേം എന്ന വിശുദ്ധ നഗരം തേജസ്കരിക്കപ്പെട്ട സഭയാണിത്. ഇപ്പോൾ ഭൂമിയിലായിരിക്കുന്ന സഭ ദൈവത്തിൻ്റെ നഗരവും വിശുദ്ധ നഗരവുമാണ്. ഈ നഗരത്തെയാണ് ജാതികൾ 42 മാസം ചവിട്ടും എന്ന് പറഞ്ഞിരിക്കുന്നത്. ചവിട്ടുക, ചവിട്ടി താഴ്ത്തുക, നിന്ദിക്കുക, മർദ്ദിക്കുക, പുച്ഛിച്ചു തള്ളുക, ചുരുക്കി പറഞ്ഞാൽ പീഡിപ്പിക്കുക എന്ന് നമുക്ക് മനസ്സിലാക്കാം. 42 മാസം സഭ ഭൂമിയിലായിരിക്കുന്ന കാലം. സഭാ കാലയളവിന് പ്രതീകാത്മകമായി പറഞ്ഞിരിക്കുന്ന സമയമാണ് 42 മാസം എന്നത്. വർഷക്കണക്കിൽ പറഞ്ഞാൽ 3.5 വർഷം. ഇത് സഭയുടെ നാഥനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഭൂമിയിലെ ശുശ്രൂഷാ കാലമാണ്. ഇതിന് തുല്യമായ 42 മാസമെന്ന് സഭയുടെ ശുശ്രൂഷാക്കാലത്തെ പ്രതീകാത്മകമായി പറഞ്ഞിരിക്കുന്നു. ഈ കാലഘട്ടത്തെ ദിവസക്കണക്കിൽ 1260 ദിവസമെന്നും 3.5 ദിവസമെന്നും ഒക്കെ പറഞ്ഞിരിക്കുന്നത് പിന്നാലെ നമുക്ക് കാണാം. 3-ാം വാക്യം. അന്ന് ഞാൻ എൻ്റെ 2 സാക്ഷികൾക്കും വരം നൽകും. അവർ രട്ടുടുത്തുകൊണ്ട് 1260 ദിവസം പ്രവചിക്കും. അന്ന് 2-ാം വാക്യത്തിൽ അവർ വിശുദ്ധ നഗരത്തെ 42 മാസം ചവിട്ടുമെന്ന് പറഞ്ഞിട്ടാണ് അന്ന് എന്ന് പറയുന്നത്. ജാതികൾ വിശുദ്ധ നഗരത്തെ ചവിട്ടുന്ന 42 മാസക്കാലം അല്ലെങ്കിൽ സഭാ കാലയളവിൽ പ്രവചിക്കാനാണ് 2 സാക്ഷികൾക്കും വരം നൽകുന്നത്. ഞാൻ എൻ്റെ 2 സാക്ഷികൾക്കും വരം നൽകും. അപ്പോസ്തലനോട് സംസാരിക്കുന്ന ഈ ഞാൻ ആരാണെന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ ഈ സാക്ഷികളെയും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കൂ. ഇതൊരു ദൂതനായിരിക്കാൻ സാധ്യതയില്ല. കാരണം ദൂതന്മാർക്ക് സാക്ഷികൾ ഉള്ളതായി വചനത്തിൽ തെളിവില്ല. അതുകൊണ്ട് കർത്താവ് യേശു ക്രിസ്തു തന്നെയായിരിക്കും യോഹന്നാനോട് സംസാരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. നമുക്കൊരു വചനം വായിച്ചിട്ട് ചിന്തിക്കാം. പ്രവൃത്തികൾ 1:8. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദിയിൽ എല്ലായിടത്തും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളവും എൻ്റെ സാക്ഷികളാകുമെന്ന് പറഞ്ഞു. ക്രിസ്തുവിൻ്റെ സാക്ഷികൾ, യേശുവിന് സാക്ഷ്യം വഹിക്കുന്നവർ, ഇവരാണ് രട്ടുടുത്തുകൊണ്ട് 1260 ദിവസം പ്രവചിക്കും എന്ന് കർത്താവ് പറയുന്നത്. രട്ടു അനുതാപത്തിൻ്റെ അടയാളവും മാനസാന്തരത്തിൻ്റെ അനുഭവമാണ് രട്ടു സൂചിപ്പിക്കുന്നത്. ചില വാക്യങ്ങൾ ഞാൻ വായിക്കാം. യോന 3:5-6 വാക്യങ്ങൾ. എന്നാൽ നിനിവേക്കാർ ദൈവത്തിൽ വിശ്വസിച്ചു ഒരു ഉപവാസം പരസ്യം ചെയ്തു. വലിയവരും ചെറിയവരും ഒരുപോലെ രട്ടുടുത്തു. വർത്തമാനം നിനിവേ രാജാവിൻ്റെ അടുക്കൽ എത്തിയാറേ അവൻ സിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റ് രാജവസ്ത്രം നീക്കിവെച്ച് രട്ടു പുതച്ച് വെണ്ണീറിലിരുന്നു.
ഒരു വാക്യം കൂടെ വായിക്കാം. 1 രാജാക്കന്മാർ 21:27. ആഹാബ് ആ വാക്ക് കേട്ടപ്പോൾ വസ്ത്രം കീറി തൻ്റെ ദേഹം പറ്റ രട്ടുടുത്തുകൊണ്ട് ഉപവസിച്ചു. രട്ടിൽ തന്നെ കിടക്കുകയും സാവധാനമായി നടക്കുകയും ചെയ്തു. നോക്കാം നമുക്ക്. രട്ടുടുത്തുകൊണ്ട് പ്രവചിക്കുക. ഇവർ മാനസാന്തരപ്പെട്ടവരാണെന്നോ അനുതാപമുള്ളവരാണെന്നോ ഒക്കെ നമുക്ക് മനസ്സിലാക്കാം. ലൂക്കോസ് 24:46-47 വാക്യങ്ങളിൽ നാം ഇങ്ങനെ വായിക്കുന്നു: ക്രിസ്തു കഷ്ടം അനുഭവിക്കുകയും 3-ാം നാൾ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും അവൻ്റെ നാമത്തിൽ മാനസാന്തരവും പാപമോചനവും യെരുശലേമിൽ തുടങ്ങി സകല ജാതികളിലും പ്രസംഗിക്കുകയും വേണം എന്നിങ്ങനെ എഴുതിയിരിക്കുന്നു. ഈ വചനപ്രകാരം യേശുക്രിസ്തുവിൻ്റെ സാക്ഷികളായ സുവിശേഷകന്മാർ മാനസാന്തരവും യേശുക്രിസ്തുവിലൂടെയുള്ള പാപമോചനവുമാണല്ലോ പ്രസംഗിക്കുന്നത്. അവർ 1260 ദിവസം പ്രവചിക്കും. പ്രവചനം പാതി കാര്യങ്ങളെ മുന്നറിയിക്കുന്നതാണ് പ്രവചനമെന്ന് പൊതുവായി നമുക്ക് പറയാം. എന്നാൽ പുതിയ നിയമ പ്രവചനത്തെ തുലവും വ്യത്യസ്തമായ രീതിയിലാണ് പൗലോസ് അപ്പോസ്തലൻ വിശദീകരിക്കുന്നത്. 1 കൊരിന്ത്യർ 14:3 അപ്പോസ്തലൻ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു: പ്രവചിക്കുന്നവനോ ആത്മീയ വർധനയ്ക്കും പ്രബോധനത്തിനും ആശ്വാസത്തിനുമായി മനുഷ്യരോട് സംസാരിക്കുന്നു. പുതിയ നിയമത്തിൽ പ്രവചിക്കുക എന്ന് വിവക്ഷിക്കുന്നത് കേൾക്കുന്ന ജനത്തിന് ആശ്വാസത്തിനും പ്രബോധനത്തിനും ആത്മീയ വർധനയ്ക്കും ഉതകും വിധം ദൈവത്തിൻ്റെ വചനത്തെ പ്രസ്താവിക്കുക എന്നാണ്. എന്നാൽ പാതി കാര്യങ്ങൾ മുന്നറിയിക്കുന്ന പ്രവചനങ്ങളും നമുക്ക് പുതിയ നിയമത്തിൽ കാണാവുന്നതാണ്. ഉദാഹരണത്തിന് പൗലോസ് അപ്പോസ്തലൻ തന്നെ പ്രവചിച്ചിരിക്കുന്ന ഒരു വാക്യം ഞാൻ ചൂണ്ടിക്കാണിക്കാം. പ്രവൃത്തികൾ 20:29-30 വാക്യങ്ങൾ: ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കിടക്കും എന്ന് ഞാൻ അറിയുന്നു. ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളയുവാനായി വിപരീതോപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ നിങ്ങളുടെ ഇടയിൽ നിന്നും തന്നെ എഴുന്നേൽക്കും. ഇങ്ങനെയുള്ള അനേക പ്രവചനങ്ങൾ പുതിയ നിയമത്തിലുണ്ട്. യേശുവിൻ്റെ സാക്ഷ്യം പ്രവചനത്തിൻ്റെ ആത്മാവ് തന്നെ എന്ന് വെളിപ്പാട് 19:10 പറഞ്ഞിരിക്കുന്നു. യേശുവിനെ സാക്ഷിക്കുന്നത് പ്രവചനമാണ്. യേശുവിൻ്റെ സാക്ഷികൾ ചെയ്യുന്നത് ഇതാണല്ലോ. വരാൻ പോകുന്ന ന്യായവിധിയെ അറിയിച്ചുകൊണ്ട് മനസ്സാന്തരപ്പെട്ട് യേശുക്രിസ്തുവിലൂടെ രക്ഷ പ്രാപിച്ച് നിത്യജീവൻ അവകാശമാക്കിക്കൊള്ളുവിൻ എന്ന് ലോകത്തോട് അവർ വിളിച്ചു പറയുന്നു, അല്ലെങ്കിൽ അങ്ങനെ പ്രവചിക്കുന്നു. 1260 ദിവസം ജാതികൾ വിശുദ്ധ നഗരത്തെ ചവിട്ടുന്ന 42 മാസക്കാലത്താണല്ലോ 2 സാക്ഷികൾക്ക് പ്രവചിക്കുവാൻ വരം നൽകുന്നത്. അല്ലെങ്കിൽ അവരുടെ പ്രവചനകാലം 42 മാസം ആണല്ലോ. ആ കാലത്തെ ദിവസക്കണക്കിൽ പറഞ്ഞിരിക്കുകയാണ് ഇവിടെ. 1 മാസം എന്നാൽ 30 ദിവസം എന്ന കണക്കിൽ 42 മാസം 1260 ദിവസം. 2 സാക്ഷികൾ സുവിശേഷം അറിയിക്കുവാൻ കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ അയക്കുമ്പോൾ ഈ 2 പേരെയാണ് അയച്ചിരുന്നത്. ലൂക്കോസ് 10:1 അനന്തരം കർത്താവ് വേറെ 70 പേരെ നിയമിച്ചു താൻ ചൊല്ലുവാനുള്ള ഓരോ പട്ടണത്തിലേക്കും സ്ഥലത്തിലേക്കും അവരെ തനിക്ക് മുമ്പായി ഈരണ്ടായി അയച്ചു. ഇങ്ങനെ സുവിശേഷവുമായി പോകുന്ന കർത്താവിൻ്റെ ശിഷ്യന്മാരാണ് അവൻ്റെ സാക്ഷികൾ. ഇവർക്കാണ് കർത്താവ് വരം നൽകുമെന്ന് പറഞ്ഞിരിക്കുന്നത്, പ്രവചിക്കുവാനുള്ള വരം. ഇവരാണ് രട്ടുടുത്ത് 1260 ദിവസം പ്രവചിക്കുന്നത്. 4-ാം വാക്യം: അവർ ഭൂമിയുടെ കർത്താവിൻ്റെ സന്നിധിയിൽ നിൽക്കുന്ന 2 ഒലിവ് വൃക്ഷവും 2 നിലവിളക്കുമാകുന്നു. 2 സാക്ഷികളെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ഇവിടെ വെളിപ്പെടുത്തുന്നു. കർത്താവിൻ്റെ സന്നിധിയിൽ നിൽക്കുന്ന 2 ഒലിവ് വൃക്ഷവും 2 നിലവിളക്കും. നിലവിളക്ക് സഭയുടെ പ്രതീകമാണെന്ന് നമുക്കറിയാം. 1-ാം അധ്യായം 20-ാം വാക്യത്തിൽ നാം അത് കണ്ടതാണ്. ഒലിവ് വൃക്ഷം സമാന്തര വേദഭാഗമായ സക്രിയ 4 നമുക്കത് കാണാം. സക്രിയാവ് 4:11-14 വരെ വാക്യങ്ങൾ. അതിന് ഞാൻ അവനോട്, വിളക്ക് തണ്ടിന് ഇടത്തുഭാഗത്തും വലത്തുഭാഗത്തുമുള്ള 2 ഒലിവുമരം എന്താകുന്നു എന്ന് ചോദിച്ചു. ഞാൻ 2-ാം പ്രാവശ്യം അവനോട്, പൊന്നുകൊണ്ടുള്ള 2 നാളത്തിനരികെ പൊൻനിറമായ എണ്ണ ഒഴുക്കുന്ന 2 ഒലിവുകൊമ്പ് എന്താകുന്നു എന്ന് ചോദിച്ചു. അവൻ എന്നോട്,
ഇതെന്താകുന്നു എന്ന് നീ അറിയുന്നില്ലയോ എന്ന് ചോദിച്ചതിന്, ഇല്ല യജമാനെ എന്ന് ഞാൻ പറഞ്ഞു. അതിനവൻ, ഇവർ സർവ്വഭൂമിയുടെയും കർത്താവിൻ്റെ സന്നിധിയിൽ നിൽക്കുന്ന 2 അഭിഷിക്തന്മാർ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ 2 സാക്ഷികൾ അഭിഷിക്തന്മാരും സഭകളുമാണെന്ന് മനസ്സിലാകുന്നു. ഇതിൽ നിന്നും 2 സാക്ഷികളെക്കുറിച്ച് നാം എന്താണ് ഗ്രഹിക്കേണ്ടത്? സമാന്തര വേദഭാഗമായ സക്രിയ പ്രവചനത്തിൽ നാം കണ്ട 2 ഒലിവ് വൃക്ഷം അല്ലെങ്കിൽ 2 അഭിഷിക്തന്മാർ ദേശാധിപതിയായ സെരുബ്ബാബേലും മഹാപുരോഹിതനായ യോശുവയുമായിരുന്നു എന്ന് നമുക്കറിയാം. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഭരണപരമായ നേതൃത്വവും ആത്മീയ നേതൃത്വവും ഇവരെ ദൈവം തൻ്റെ ആത്മാവിനാൽ അഭിഷേകം ചെയ്ത് ദേവാലയം പണിക്കായി നിയോഗിച്ചിരിക്കുന്നു. അതുപോലെ പുതിയ നിയമകാലത്ത് സഭയാകുന്ന ദേവാലയത്തിൻ്റെ പണിക്കായി നേതൃത്വം നൽകുവാൻ ദൈവാത്മാവിനാൽ അഭിഷേകം ചെയ്യപ്പെട്ട ദൈവവേലക്കാരാണ് യേശുവിൻ്റെ സാക്ഷികൾ. ഇവർ മുഖാന്തരം ദൈവം തൻ്റെ സഭയെ പണിതു വരുന്നു. എഫേസ്യർ 2:20 മുതൽ 22 വരെ. ക്രിസ്തുയേശു തൻ്റെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു. അവനിൽ കെട്ടിടം മുഴുവനും യുക്തമായി ചേർന്ന് കർത്താവിൽ വിശുദ്ധ മന്ദിരമായി വളരുന്നു. അവനിൽ നിങ്ങളെയും ദൈവത്തിൻ്റെ നിവാസമാകേണ്ടതിന് ആത്മാവിനാൽ ഒന്നിച്ചു പണിതു വരുന്നു. 1 പത്രോസ് 2:4-5 വാക്യങ്ങൾ കൂടെ ഞാൻ വായിക്കാം. മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായ അവൻ്റെ അടുക്കൽ വന്നിട്ട്, നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീയഗ്രഹമായി യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീയയാഗം കഴിപ്പാൻ തക്ക വിശുദ്ധ പുരോഹിതവർഗമാകേണ്ടതിന് പണിയപ്പെടുന്നു. ചുരുക്കത്തിൽ സഭയുടെ സുവിശേഷീകരണ പ്രവർത്തനങ്ങളെയാണ് 2 സാക്ഷികളുടെ പ്രവചനം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി വരുന്ന വാക്യങ്ങളിൽ കർത്താവിൻ്റെ സാക്ഷികളെക്കുറിച്ചുള്ള കൂടുതൽ വെളിപ്പാടുകൾ നൽകിയിരിക്കുന്നു. ദൈവികമായാൽ അടുത്ത ക്ലാസ്സിൽ നമുക്കത് പഠിക്കാം. അതിനായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സജ്ജമാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ക്ലാസ് ശ്രദ്ധിച്ച എല്ലാവർക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ക്രൈസ്തലോസ്.